Hey all, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് എങ്ങനെ HCF കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 32 പിന്നെ അടുത്തത് 12. അപ്പോൾ നമ്മളുടെ ഒരു ഓൾഡ് മെത്തേഡ് അനുസരിച്ച് നമ്മളെങ്ങനെയാണ് യൂഷ്വലി HCF എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളതിൻ്റെ ഫാക്ടേഴ്സൊക്കെ 1 by 1 ആയിട്ട് എഴുതും അല്ലേ. അതായത് 32 ആണെങ്കിൽ 1, 2, 4, അതുപോലെ തന്നെ 8, 16, 32. അടുത്ത 12 ആണെങ്കിൽ 1, 2, 3, 4, 6, 12. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോമൺ നോക്കിയെടുത്തിട്ടാണ് നമ്മൾ HCF പൊതുവെ കണ്ടുപിടിച്ചിരുന്നത്, അങ്ങനെയല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ചെറിയ നമ്മൾ പഠിച്ചിരുന്ന പോലെ 6th സ്റ്റാൻഡേർഡിലെ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നത്. അല്ലാതെ വേറെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പവർ ഇട്ടിട്ട് നമ്മൾ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് HCF കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിനെ എടുക്കും, അതാണ് HCF എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടും അല്ലാണ്ട് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു എളുപ്പ വഴിയാണ്. അതിപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ആ ഒരു മെത്തേഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ 32 റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് HCF ഓഫ് 32 and 12 അല്ലേ, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് HCF, അറിയാലോ അല്ലേ. അപ്പോൾ അതിൻ്റെ 32 and 12ൻ്റെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 32 ഉണ്ട് നമ്മളുടെ കയ്യിൽ, അതേപോലെ തന്നെ വേറൊരു നമ്പർ 12 ഉണ്ട്. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളതിൽ ഏതാണോ ചെറിയ നമ്പർ, ആ ചെറിയ നമ്പറിനെ കൊണ്ട് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഈ കേസിൽ 12 ആണ് ചെറുത്, 32 ആണ് വലുത് അല്ലേ. അപ്പോൾ 12 കൊണ്ട് 32നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിക്കോട്ടെ, എല്ലാതിരുന്നോട്ടെ, നോ ഇഷ്യൂ, അതിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ അത് ഡിവൈഡ് ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് റിമൈൻഡർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 12 വെച്ചിട്ട് 32നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്, നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. 12നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 12 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, കാരണം 12 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ 12നെ റെപ്രസെൻ്റ് ചെയ്തു, കോമ. ഇനി 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 24 വരെ പോവുള്ളൂ. അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ 36 ആയി പോവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 24 ആയിട്ട് എത്ര വേണം, ബാലൻസ് 8 ഉണ്ട്. അപ്പോൾ ആ 8നെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യും അടുത്ത നമ്പറായിട്ട്. മനസ്സിലായില്ലേ? അതായത് ചെറിയ നമ്പറിനെ എടുത്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു, ബാക്കി റിമൈൻഡറിനെ നമ്മൾ അടുത്ത നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അത് ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? കാരണം ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വീണ്ടും അതിനെ വേറൊരു ക്വസ്റ്റ്യൻ ആക്കി, ശരിയല്ലേ? വീണ്ടും HCF ഇനിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് നമ്പേഴ്സിനെ ചെറുതാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തുന്തോറും നമുക്ക് എളുപ്പത്തിൽ HCF കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ സിംപ്ലിഫൈ ആക്കി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന HCF ഉണ്ടല്ലോ, ആ രണ്ട് നമ്പറിൻ്റെ HCF ആയിരിക്കും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ HCF. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ആക്കി ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 12 കിട്ടി, അതേപോലെ തന്നെ 8 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ രണ്ട് നമ്പറിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ ചെറിയ നമ്പർ അല്ലേ, ചെറിയ നമ്പർ ഇപ്പോൾ ഇവിടെ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8നെ കൊണ്ട് നമ്മൾ 12നെ ഡിവൈഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ എഴുതി HCF. അപ്പോൾ 8 ആണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ, ചെറിയ നമ്പർ. അപ്പോൾ ആദ്യം നമ്മൾ 8നെ റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ 12നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട് നമ്മുടെ കയ്യിൽ, ഒറ്റ പ്രാവശ്യമല്ലേ 12ൽ പോകുള്ളൂ 8. അപ്പോൾ ബാക്കി 4 നമുക്ക് ബാലൻസ് വരുന്നു. അപ്പോൾ ബാക്കി 4 നമ്മൾ അവിടെ എഴുതി. ഓക്കെ, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഇതിൽ ചെറിയ നമ്പർ 4 ആണ്. ബട്ട് സ്റ്റിൽ ആ ചെറിയ നമ്പറിനെ കൊണ്ട് നമുക്ക് 8നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് 4. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ 4 ഉണ്ടല്ലോ, അതേ 4 ആയിരിക്കും നമുക്കുള്ള ഇതിന് തൊട്ട് പ്രീവിയസ് സ്റ്റെപ്പിലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കും, 4 ആയിരിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിലെ ഉത്തരം എന്തായിരിക്കും, 4 ആയിരിക്കും. മനസ്സിലായില്ല? ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട്
ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് HCF കംപ്ലീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ HCF ആ നമ്പറിൻ്റെ HCF തന്നെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അതേ നമ്പേഴ്സിൻ്റെ HCFും അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് യൂഷ്വലി യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു മെത്തേഡ്. നമുക്കിനിയൊരു വലിയ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഇപ്പോൾ ചെറിയ നമ്പറല്ല നമ്മൾ നോക്കിയത്, നമുക്കിനിയൊരു വലിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 627 ഒരു നമ്പർ ആയിക്കോട്ടെ. അടുത്ത നമ്പർ നമുക്കൊരു 45 എടുക്കാം അല്ലേ. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 45 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, 627 ഡിവിസിബിൾ ആയിട്ട് പോകുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ HCF ഇസ് ഈക്വൽ ടു നമ്മൾ എന്താണ് ചെയ്യുന്നത്, യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ആദ്യം 627 എഴുതുന്നു, 45 27 ആൻഡ് 45 ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് 627 നമുക്ക് 45 വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ ഫൈൻ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് സോൾവിങ് നിർത്തിയിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കി പോവാം. എനിക്ക് തോന്നുന്നില്ല മിക്കവാറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം. അപ്പോൾ 177 വന്നു, പിന്നെ 3 ടൈംസ് ആണ് വരുന്നത്. ആക്ച്വലി 3 ടൈംസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 5 15 135 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് എത്രയാണ് വരുന്നത്, ബാലൻസ് നമുക്ക് 5കൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 2 ആൻഡ് 3 4 42 ആണ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 42 എന്ന് പറയുമ്പോൾ 45നേക്കാൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് നമ്പറാണ് ഇനി ചെറുത് അത് നമ്മൾ എടുക്കും ആദ്യം. അതായത് 42 അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ചെറിയ വാല്യൂ ഏതാ 45 എഴുതി കഴിഞ്ഞിട്ട് ബാക്കി റിമൈൻഡർ എത്ര വന്നത് അത് 42 എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. ഇനി ഈ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 42 അല്ല ചെറുത്, അപ്പോൾ 42 വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ HCF ഓഫ് 42 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 42 എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് ബാലൻസ് ഉണ്ടാകുന്നത്, 43 44 ആൻഡ് 45 3 അല്ലേ. അപ്പോൾ 42 നമ്മൾ എഴുതുന്നു 3 ആണ് നമുക്ക് ബാലൻസ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 3 റെപ്രസെൻറ്റ് ചെയ്യാം അവിടെ, 42 3 എന്ന് നമ്മൾ എഴുതും. ഓക്കെ ഫൈൻ, ഇനി നമ്മൾ 3 വെച്ചിട്ട് 42 ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ, കാരണം 3 അല്ലേ ചെറുത്. അപ്പോൾ നമുക്കറിയാം 42 എളുപ്പവഴിക്ക് നമുക്ക് ചെയ്യാമല്ലോ. 42 എന്ന് പറയുമ്പോൾ 4 + 2 6 അല്ലേ വരുന്നത്. സം ഈസ് ഈക്വൽ ടു 6 ആണെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ആണ് HCF. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ് 3. ഓക്കെ അല്ലേ. അതായത് നമ്മൾ സിംപ്ലിഫൈ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനെ എളുപ്പത്തിൽ സോൾവ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വിഷ്വലി റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളെങ്ങനെ വിഷ്വലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.